ഹലോ, ഞാൻ ഡോക്ടർ ആതിര. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് ഫ്ലേവറും സ്മെല്ലും ഒന്നും നഷ്ടപ്പെടാതെ ചായയും കാപ്പിയൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാധാരണ ചെയ്യുന്ന പോലെ ആദ്യം ആവശ്യത്തിന് വെള്ളം എടുത്ത് ചൂടാക്കാം. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ, അതായത് വെള്ളം അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആയിട്ടുള്ള 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴാണ് സാധാരണയായിട്ട് നമ്മൾ കാപ്പിപ്പൊടി അല്ലെങ്കിൽ ചായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓവറോൾ ഗുണങ്ങളൊക്കെ നഷ്ടമാവും. ഫ്ലേവർ, ആരോമ ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ആവി വന്ന് തുടങ്ങുമ്പോൾ, ഇങ്ങനെ താഴെ നിന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ടൊരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്ത ശേഷം അതിലേക്ക് കടുപ്പത്തിനനുസരിച്ച് ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ചേർക്കാം. ചില ആളുകൾ ഇങ്ങനെ ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് മൂലം ഈ ചായയുടെയും കാപ്പിയുടെയും ഒക്കെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കുറയും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈ ചായപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇനി ഇത് അടച്ചു വയ്ക്കാൻ പോവാണ്. 3 മുതൽ 4 മിനിറ്റ് വരെ ഇത് അടച്ചു വയ്ക്കും. ഇതിനകത്തോട്ട് ഈ വെള്ളത്തിലേക്ക് ചായയുടെയോ കാപ്പിയുടെയോ എസൻസ് മുഴുവനായിട്ടും ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 മുതൽ 4 മിനിറ്റ് വരെ ഇങ്ങനെ അടച്ചു വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ഈ വെള്ളം ഊറ്റിയെടുത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ നല്ലപോലെ അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഫ്രഷായി തിളപ്പിച്ച പാല്, ഓരോരുത്തരുടെയും കടുപ്പത്തിനും ടേസ്റ്റിനും അനുസരിച്ച് ആവശ്യത്തിന് പാലൊഴിച്ച് പിന്നീട് മധുരവും ചേർത്ത് ഇളക്കാം. ഞാനിവിടെ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ള പനങ്കൽക്കണ്ടാണ്. നിങ്ങൾക്ക് പഞ്ചസാരയോ ശർക്കരയോ വെല്ലം അങ്ങനെ എന്ത് വേണമെങ്കിലും മധുരത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ പഞ്ചസാരയൊക്കെ അലിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചായ അല്ലെങ്കിൽ കാപ്പി ഇവിടെ റെഡിയായി. എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ചായ അല്ലെങ്കിൽ കാപ്പി കിട്ടുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.